സീരിയസ് അക്കൗണ്ടന്റുമാരുടെ ടാലി പരിശീലനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2023-24 തനത് ഫണ്ടിൻ്റെ സർക്കുലറുമായി ബന്ധപ്പെട്ട ഇൻസെൻറ്റീവിൻ്റെ എൻട്രികളെ കുറിച്ചിട്ടാണ്. ഇൻസെൻറ്റീവ് വിതരണം ചെയ്യുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ആകെ തനത് വരുമാനം 50,000 രൂപയ്ക്ക് മുകളിലുണ്ടോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. ഇതിനുവേണ്ടി നമ്മൾ കണക്കാക്കുന്നത് അയൽക്കൂട്ടങ്ങളുടെ അഫിലിയേഷൻ ഫീസ്, ME രജിസ്ട്രേഷൻ ഫീസ്, ലിങ്കേജ് ലോൺ സർവീസ് ചാർജ്, ഇൻഷുറൻസ് പദ്ധതിയുടെ സർവീസ് ചാർജ്, ഓഡിറ്റ് ചെയ്യുന്ന അയൽക്കൂട്ടങ്ങളിൽ നിന്നും ഈടാക്കുന്ന സർവീസ് ചാർജ്, CEF പോലെയുള്ള ലോണുകളുടെ CDSൻ്റെ തനത് ഫണ്ടിലേക്കുള്ള വിഹിതം എന്നിവയുടെ ആകെത്തുകയാണ് തനത് ഫണ്ടായി നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു CDSലേക്ക് 23-24 സാമ്പത്തിക വർഷത്തിൽ 50,000 രൂപയെങ്കിലും തനത് വരുമാനമുണ്ടെങ്കിൽ അവർക്ക് ഇൻസെൻറ്റീവ് ക്ലെയിം ചെയ്യാം. സർക്കുലറിൻ്റെ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി ആകെ വരുമാനത്തിൻ്റെ 12.5% CDS അക്കൗണ്ടൻറ്റിനും 7.5% CDS ചെയർപേഴ്സണും ബാക്കി 10% ആകെ വിഹിതമായി വീതിക്കാവുന്ന 30%ൻ്റെ ബാക്കി 10% CDS ഭരണസമിതിക്കുള്ളതാണ്. ഇതിൽ CDS ഭരണസമിതിക്ക് ഫണ്ടുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മറ്റു പല സർക്കുലറുകളും നിലവിലുണ്ട്. നിലവിൽ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് CDS അക്കൗണ്ടൻറ്റിനും ചെയർപേഴ്സണും ഇൻസെൻറ്റീവ് വിതരണം ചെയ്യുന്നതിൻ്റെ എൻട്രികൾ മാത്രമാണ്. ഭരണസമിതിക്കും ഇൻസെൻറ്റീവിൻ്റെ ഭാഗം വിതരണം ചെയ്യുന്നത് സെയിം എൻട്രി തന്നെയാണ്. അത് തുക കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതിയാവും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ലെഡ്ജറിന് പേര് ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് എന്ന് കൊടുക്കുക. ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള CDSൻ്റെ തനത് വരുമാനം, അതായത് നെറ്റ് പ്രോഫിറ്റ് ക്യാപിറ്റലൈസ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിൽ നിന്നും ഇത് കുറവ് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിലെ എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചാൽ മതിയാവും. പക്ഷെ ഫണ്ട് നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഫണ്ടാണെന്നേ ഉള്ളൂ. ആ വന്നിട്ടുള്ള തനത് ഫണ്ടിൻ്റെ എത്ര രൂപയാണോ വീതിക്കാൻ കഴിയുന്നത് അത് മാത്രമേ ഇത് പ്രകാരം അക്കൗണ്ടൻറ്റിനും ചെയർപേഴ്സണും CDS ഭരണസമിതിക്കുമായിട്ട് വീതിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. ഇവിടെ മോർ ഡീറ്റെയിലിൽ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി യെസ് ആണ് എന്നുള്ളത് ഉറപ്പാക്കുക. സേവ് ചെയ്യുക. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാകത്തില്ല, കാരണം അതത് വർഷം വീതിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഉണ്ടാകുകയില്ല. നമ്മുടെ എൻട്രി എങ്ങനെയാണ് വരുന്നത് നോക്കാം. വൗച്ചർ എൻട്രി എടുക്കുക. പേയ്മെൻറ്റിൽ വൗച്ചർ നമ്പർ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഓൺ ഫണ്ടിൽ നിന്നും ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് സെലക്ട് ചെയ്യുക. ₹50,000 തനത് വരുമാനമുള്ള ഒരു CDSന് അതിൻ്റെ 12.5% ₹6,250 CDS അക്കൗണ്ടൻറ്റിന് ലഭിക്കുന്നത്. ഇവിടെ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. ഇൻസെൻറ്റീവ് എന്ന് കൊടുക്കുക.
ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ്. കോസ്റ്റ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ്. സേവ് ചെയ്യുക. വീണ്ടും നമ്മൾ CDS അക്കൗണ്ടൻറ്റിൻ്റെ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ഓൾട്ട് പ്രസ് ചെയ്ത് ഓൺ ഫണ്ട് ഇൻസെൻറ്റീവിൽ CDS അക്കൗണ്ടൻറ്റ് ഇൻസെൻറ്റീവ് കൊടുക്കുക. 6250 രൂപ കൊടുത്ത് സേവ് ചെയ്യുക. നമ്മൾ വീണ്ടും ചെയർപേഴ്സൺ കൊടുക്കുന്ന സമയത്ത് ഓൺ ഫണ്ടിൽ നിന്നും ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് സെലക്ട് ചെയ്യുക. 50,000-ൻ്റെ 7.5% 3750 രൂപയാണ് ചെയർപേഴ്സണ് കൊടുക്കുന്നത്. ഇവിടെ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. ഓൺ ഫണ്ട് ഇൻസെൻറ്റീവിൽ CDS ചെയർപേഴ്സൺ ഇൻസെൻറ്റീവ്. ഇനി ചില സാഹചര്യങ്ങളിൽ ഇതേ എൻട്രി തന്നെ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഒന്നിച്ച് ചെക്ക് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നവരാണെങ്കിൽ ഓൺ ഫണ്ട് ടു ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് ചെയ്യുക. 50,000-ൻ്റെ 20% 10,000 രൂപയാണ് വരുന്നത് മൊത്തം. അതിൽ ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് ചെയർപേഴ്സണ് 3750 രൂപയും CDS അക്കൗണ്ടൻറ്റിന് 6250. ഇതാണ് സിംഗിൾ ഒറ്റ എൻട്രിയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. മുമ്പിട്ട രണ്ടും കൂടെ ഒന്നുകൂടെ ചേർത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ചെന്നേ ഉള്ളൂ. ചെയ്യുക, ചെക്ക് നമ്പർ കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ. എൻ്റെ എൻട്രി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്, റിപ്പീറ്റേഷൻ വരുന്നതുകൊണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഓൺ ഫണ്ട് ഇൻസെൻറ്റീവ് 10,000 രൂപ വന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ വരില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് CDS അംഗങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. പക്ഷേ CDS അംഗങ്ങൾക്ക് കൊടുക്കുമ്പോൾ മറ്റ് പല ഫണ്ടുകളും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതത് ജില്ലാ മിഷൻ്റെ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ചെയ്യാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിവിടെ വിശദീകരിക്കാത്തത്. ഇത്തരത്തിൽ തന്നെയാണ് എൻട്രി കൊടുക്കേണ്ടത്. നമ്മൾ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് CDS മെമ്പർ വാർഡ് 1, വാർഡ് 2, വാർഡ് 3 അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. ഓക്കെ.